ഹലോ ഗായ്സ്, നമ്മളിപ്പോൾ കാറിൽ പെടച്ച് പോണത് എവിടേക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തിനല്ല അപ്പുറത്തെ വണ്ടികളൊക്കെ കിടക്കുന്നുണ്ട്. നമ്മളിപ്പോൾ പോണത് വെച്ചാൽ എവിടേക്കാ ഇതൊക്കെ കണ്ടിട്ട് എന്തിട്ട് തോന്നുന്നു നിങ്ങൾക്ക്? ഇത് മനസ്സിലായി നമ്മളിപ്പോൾ എവിടെയാണ് ഇത്? മുളയാന്ന് മനസ്സിലായി ആയിരിക്കും. ഇത് മുള ചീവാണ്. അപ്പോൾ ഇതേ കണ്ടില്ലേ, മുള ചീവി ആട്ടണ ഓരോരുത്തർ മുള സെറ്റാക്കാണ്. ഇത് എവിടെയാണെന്ന് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലാവുക. നമ്മളുള്ളത് കണ്ണൂരിലാണ് ഗായ്സ്. ഇതേ കണ്ടില്ലേ, എൻ്റെ അമ്മേ, ഒരു ലോഡ് ഓടപ്പൂവാണ് ഇവിടെ നിരത്തി വെച്ചാണ്. ഇതേ കണ്ടില്ല, ഇതൊക്കെ ആരെങ്കിലുമൊക്കെ വീട്ടിൽ ഫ്രണ്ടിൽ തൂക്കിയിടും. കണ്ടില്ല, ഇതുപോലെ ഇവിടെ തൂക്കിയിട്ടണ പോലെ അവിടെയൊക്കെ എവിടെയെങ്കിലൊക്കെ വീടിൻ്റെ ഫ്രണ്ടിൽ തൂക്കിയിടണം നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി. നിങ്ങൾക്ക് അറിയാത്തവർ മനസ്സിലാക്കിക്കോ, ഇതാണ് ഓടപ്പൂവ്. കണ്ണൂരിൽ വളരെ വിശേഷപ്പെട്ട അമ്പലത്തിലെ ഒരു ഓടപ്പൂവാണ്. ഇത് ഏത് അമ്പലം നിങ്ങൾക്ക് മനസ്സിലായ ഒരു കമൻറ്റ് ചെയ്യുക ഗായ്സ്. അപ്പോൾ ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി നിങ്ങളുടെ ഫുൾ വീഡിയോ കാര്യങ്ങൾ നിങ്ങൾക്ക് മുന്നിലേക്ക് ഞാൻ പറഞ്ഞുതരാം. നമ്മളിപ്പോൾ ഉള്ളത് എവിടെയാണ്? കൊട്ടിയൂരാണ്. കൊട്ടിയൂർ ഏത് അമ്പലത്തിലാണ്? കൊട്ടിയൂർ അമ്പലത്തിൽ. അപ്പോൾ അത് മനസ്സിലായില്ലേ, ഈ മുള ഇങ്ങനെ അടിച്ച് പരത്തി നിവർത്തി അതിനെ ചീവി എടുത്ത് കണ്ടില്ലേ, ഓരോരുത്തരും ഇന്ന് ചീവി അതിനെ റെഡി ആക്കിയിട്ട് വീടിൻ്റെ മുന്നിൽ ഒന്ന് കൊണ്ടുവന്ന് തൂക്കിയിടും നമ്മൾ. അത് അവിടെ അമ്പലത്തിൽ വെക്കണതല്ല, അവിടെ റോഡ് സൈഡിൽ വെക്കണതാണ്. ഇതാണ് ഗായ്സ് അമ്പലം. അമ്പലത്തേക്ക് പോകണം. എന്തിട്ട് ഗംഭീര തിരക്കാണ് കേട്ടോ. നമ്മൾ വിചാരിക്കുന്നതിന് കൂടുതൽ ആൾക്കാരാണ് വന്ന് പോകണത് അവിടെ. നമ്മൾ വിചാരിച്ചതിന് കൂടുതൽ എന്ന് വെച്ചാൽ കൂടുതൽ ഒടുക്ക തിരക്കാണ്. എൻ്റെ അമ്മേ, ഇതേ ക്യൂ. എൻ്റെ പൊന്നമ്മച്ചേ, കണ്ടില്ലേ, ഇതേ നമ്മുടെ കൂടുള്ള ചേട്ടൻ ഫ്രണ്ടിൽ കൂടെ പോകണില്ലേ. ഇതാണ് അവിടുത്തെ തിരക്ക്. ഇത്ര വലിയ തിരക്ക് ഞങ്ങൾ നോക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലേക്കാളും എൻ്റെ പൊന്നെ, ഇതിനേക്കാളും അതിൻ്റെ ഉള്ളിൽ കണ്ടില്ല, അതിൻ്റെ ഉള്ളിൽ അതിനേക്കാളും വലിയ തിരക്കാണ് ഗായ്സ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായില്ലേ, കൊട്ടിയൂർ അമ്പലത്തിൽ ആകെ 30 ദിവസമാണ് തുറക്കുക. 30 ദിവസവും ഗംഭീര തിരക്കാണ്. ഇതാണ് അമ്പലത്തിനുള്ളിൽ വഴിപാട് ചെയ്യണ ഒരു സ്ഥലമാണെന്ന് തോന്നുന്നത്. നമുക്ക് നമ്മുടെ കൂടെയുള്ള ആളെടുത്ത വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. ഇതിൻ്റെ ഉള്ളിൽ ആണ് പൂജയും കാര്യങ്ങളൊക്കെ നടക്കണം. അപ്പോൾ നിങ്ങൾക്ക് കൊട്ടിയൂർ അമ്പലത്തിൽ കണ്ണൂരുള്ളവരാണെങ്കിൽ ഇത് എന്താണെന്ന് മനസ്സിലാവും. പിന്നെ കണ്ണൂരുള്ളവരാണെങ്കിൽ കമൻറ്റ് ചെയ്ത് എന്താണ്, എവിടെയാണ്, എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ മറ്റുള്ളവർക്ക് അറിയട്ടെ. ഇത് കണ്ടില്ലേ, എൻ്റെ പൊന്നെ, ഗംഭീര തിരക്കാണ്. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ അമ്പലത്തിൽ നടുവിലൊരു ആലുണ്ട്. ആലിന് ചുറ്റുമാണ് ആൾക്കാർ നിൽക്കുന്നത്. അതുപോലെ തന്നെ അമ്പലത്തിന് ചുറ്റും അങ്ങനെ ഭയങ്കര തിരക്കാണ്. അത്യാവശ്യത്തിന് നല്ല ജനക്കൂട്ടമാണ്. എൻ്റെ പൊന്നെ, കൂട്ടത്തോട് കൂട്ടം ജനക്കൂട്ടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യത്തിന് അമ്പലത്തിൽ കാലത്തൊട്ട് വൈകിട്ട് വരെ ഗംഭീര തിരക്കാണ്. അപ്പോൾ ഞാൻ വെച്ചാൽ അടുത്ത വീഡിയോയിൽ നിങ്ങൾ മറക്കാണ്ട് കാണുക. കൂടുതൽ കാര്യങ്ങൾക്ക് അറിയാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറക്കണ്ട, ഞങ്ങളുടെ ബെല്ലൈക്കൺ അടിച്ച് പൊട്ടിക്കുക ഗൈസ്.